ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹിമാചൽ പ്രദേശിലുള്ള മണാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആപ്സ് ടിപ്സിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ അടുത്ത എപ്പിസോഡായ മണാലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഷീഗോസ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് മണാലിയിൽ എത്തിച്ചേർന്നത്. കുളു എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് മണാലി എന്ന് പറയുന്ന പ്ലേസ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ഡേ കാണാൻ പോയത് ഹഡിംബ ടെമ്പിൾ. വളരെ ഫേമസ് ആയിട്ടുള്ള മണാലിയിലെ ഒരു ടെമ്പിളാണ് ഹഡിംബ ടെമ്പിൾ. ഞങ്ങൾ ഫെബ് ഫസ്റ്റ് വീക്കാണ് വന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ മഞ്ഞ് പെയ്യുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, -2 ഡിഗ്രി വരെ ഉണ്ട്. പക്ഷേ മഞ്ഞ് പെയ്യുന്ന, അതായത് സ്നോഫാൾ ഉള്ളൊരു ടൈമാണെങ്കിൽ ഈ ഹഡിംബ ടെമ്പിൾ മഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾക്ക് ഹഡിംബ ടെമ്പിൾ വിസിബിൾ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂറിസ്റ്റുകളെ ഇതുപോലത്തെ ഡ്രസ്സ് ഇടിപ്പിച്ച് ഫോട്ടോ എടുപ്പിക്കുക, എന്നിട്ട് വീഡിയോ എടുപ്പിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് പൈസ കൊടുത്ത്, അതായത് 50 to 100 റേഞ്ചിൽ വരുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അവിടെ ആട്ടുംകുട്ടീനെയും ഇതുപോലെ നിറയെ പൂടെയുള്ള മുയലിനെയൊക്കെ നമുക്കിങ്ങനെ പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് റേറ്റ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒത്തിരി ഫുഡ് സ്റ്റോൾസ് കണ്ടു. പക്ഷേ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് പണി കിട്ടുമോ എന്നുള്ള പേടി കാരണം ഈ കോണ് പോലും ഞാൻ മേടിച്ച് കഴിച്ചില്ല. മഞ്ഞത്ത് കാണുന്ന ഒരു ആനിമലാണ് യാക്ക്. അപ്പോൾ ഈ യാക്കിൻ്റെ പുറത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനും പറ്റും. എല്ലാം ചാർജബിളാണ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചും കണ്ടും വേണം നിങ്ങൾ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രക്കിങ്ങിനാണ് പോയത്. 20 പേരോളം സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ട്രക്കിങ്. പക്ഷെ നമ്മൾ എല്ലാവർക്കും മേലെ എത്താൻ പറ്റിയില്ല, ഭയങ്കര സ്റ്റീപ്പായിരുന്നു. അപ്പോൾ ഈ മഞ്ഞെന്ന് പറയുന്ന സാധനം ദൂരെ നോക്കുമ്പോൾ ഭയങ്കര രസമാണെങ്കിലും അടുത്ത് വരുമ്പോൾ ഐസാണ് സംഭവം. ഭയങ്കര ഐസ് കട്ടകളാണ്. അപ്പോൾ ഇത് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ അങ്ങ് കുഴിഞ്ഞു പോവുകയും ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് മണ്ണില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ മലയുടെ സൈഡിൽ കൂടെയാണ് കയറുന്നത്. അപ്പം നമുക്കറിയത്തില്ല ഈ മഞ്ഞിൻ്റെ താഴെ പാറയാണോ ഉള്ളത്, അത് കുഴിയാണോ ഉള്ളത്, അതൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ കൂടെ 2 ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ, 10 വയസ്സും 12 വയസ്സുമുള്ള. അപ്പോൾ ആ കുട്ടികളും മുകളിൽ വരെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കണ്ടോ, മേളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പകുതി എത്തിയപ്പോൾ തന്നെ ഉള്ള വ്യൂ ഭയങ്കര രസമാണ്. എൻ്റയർ മണാലി ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു ട്രക്കിംഗ് ആണ്. മുകളിലേക്ക് കയറും തോറും നമ്മുടെ വഴിയിലെ വിട്ടുണ്ടല്ലോ, ആ മലയുടെ വിട്ട് ഭയങ്കര കുറവാണ്. കണ്ടോ, ഈ ചെറിയ പാത്തിൽ കൂടെ വേണം പോകാൻ. അതേപോലെ തന്നെ 2 സൈഡും ഇങ്ങനെ മുൾച്ചെടികളുണ്ട്. നമ്മുടെ ഡ്രസ്സിലും ദേഹത്തൊക്കെ കുരുങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ആൾപ്പാർപ്പൊക്കെ ഉള്ള വീടുകളുണ്ട്. അപ്പോൾ ഇവർക്കുള്ള വെള്ളമൊക്കെ ഇവരുടെ കുടിവെള്ള പദ്ധതി വഴിയൊക്കെ എത്തുന്നുണ്ട്, മേളിൽ പൈപ്പ് ലൈൻ വഴി. അപ്പോൾ ശരിക്കും ഇതൊരു അത്ഭുതം കേട്ടോ, ഇത്രയും വലിയ മലമുകളിൽ നിന്ന് പൈപ്പ് ലൈനൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു പഞ്ചായത്ത്. അപ്പോൾ ശരിക്കും ഭയങ്കര ഡെവലപ്ഡ് ഒന്നും ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല മണാലി. മെയിൻലി ഫോക്കസ് ചെയ്ത് അവർ ജീവിക്കുന്ന ടൂറിസം തന്നെയാണ്. മുകളിലേക്ക് പോകുന്തോറും നമുക്ക് ആ ഒരു ത്രില്ലുണ്ടല്ലോ, അത് കൂടി വരുമായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു മെഡിറ്റേഷൻ ഏരിയ ഒക്കെ നമ്മൾ കണ്ടോ നമ്മുടെ ജോഗ്നി വാട്ടർഫോൾസ്. ഇനിയും നടക്കാനുണ്ട്, കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്തോറും എനിക്ക് ഭയങ്കര ചൂടായിട്ട് തോന്നി. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ചൂട് തോന്നി. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ ആ ജാക്കറ്റൊക്കെ എടുത്ത് കളഞ്ഞു. എങ്ങനെയെങ്കിലും ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. അത് കഴിഞ്ഞ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഐസ് മഴ പോലെയായിരുന്നു. ജാക്കറ്റ് ഊരിയതിൽ ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നു. എൻ്റെ അമ്മോ, മഴവിലൊക്കെ കണ്ട് നമ്മൾ ചാടി വീണ് അങ്ങോട്ടേക്ക് പോയതാണ്. വൻ തണുപ്പായിരുന്നു, ഫ്രീസായി പോയി കേട്ടോ കൈയൊക്കെ. പിന്നെ എങ്ങനെയൊക്കെ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് ഇറങ്ങി ഓടുമായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്നപ്പോഴേ ഞാൻ ഫ്രീസായി പോയി. അതുകൊണ്ട് അതിൻ്റെ താഴെയുള്ള ആ പുഴ വെള്ളം ഉണ്ടല്ലോ, ആ വാട്ടർ ബോഡി, അവിടെ ഒന്ന് ഇറങ്ങാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ലായിരുന്നു. എങ്ങനെയാലും എനിക്കൊന്ന് താഴെത്തി എന്നെ ഒന്ന് ചൂട് പിടിപ്പിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഞാൻ തണുത്ത മരവിച്ച് പോയി. അപ്പോൾ കുട്ടികൾ കയറി വരുന്നേ ഉള്ളൂ, ബട്ട് അവരെത്തി എന്നുള്ളതാണ്. ഈ ഒരു പ്രായത്തിൽ അവർ ഇത്രയും ഡിസ്റ്റൻസ് നടന്ന് ഈ മലയുടെ മുകളിൽ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നു. അവരുടെ അച്ഛനും കൂടെ ഉണ്ട് കേട്ടോ. അതൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. മടങ്ങി പോകുമ്പോൾ ഒരു 1.5 ഓട്ടമാണ് ഞാൻ വെച്ച് കൊടുത്തത്. പിന്നെ വേറൊരു റീസൺ കൂടെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഏകദേശം ഒരു 5:30-6 മണി അടുക്കാറായി. അപ്പോഴത്തേക്ക് ഈ ഐസൊക്കെ ഞങ്ങൾ കട്ട പിടിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ തരിത്തരിയായിട്ടിരുന്നായിരുന്നു. തിരിച്ച് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, കാരണം സ്ലിപ്പാവുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റീപ്പായതുകൊണ്ട് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. താഴെ ഇറങ്ങി അവിടെ ഒരു ഷോപ്പിൽ കയറി മോമോസ്, മാഗി, ചായ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഓർഡർ ചെയ്തു. കാരണം നമ്മുടെ അണ്ടകടാഹം വരെ തണുത്ത് മരവിച്ച് പോയി. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ചൂട് പിടിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഷോപ്പിൽ മട്ടൺ സൂപ്പ് കുടിക്കാൻ പോയി. പിന്നെ അങ്ങോട്ട് വിശപ്പില്ല. തണുപ്പിൻ്റെ ഒരു ക്ലൈമറ്റിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വിശപ്പുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ എനിക്കത് തോന്നിപ്പോയി. കാരണം പ്രഷർ മാറുന്നു ട്രെക്കിങ്ങിൻ്റെ ടൈമിൽ, പിന്നെ ഗ്യാസ് കയറുന്നു. അപ്പോൾ എന്തൊക്കെയോ ഫുഡ് മേടിച്ചു. മോമോസ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആട്ടോ, നല്ല ടേസ്റ്റി ആൻഡ് ഒത്തൻറ്റിക് മോമോസ് നമുക്കിവിടെ കിട്ടും. മണാലിയിൽ റിവർ റാഫ്റ്റിംഗ് ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഞങ്ങൾ വന്ന ടൈം ഇവിടുത്തെ ആ ക്ലൈമറ്റ് തന്നെ ഡിഫറെൻ്റ് ആണ്. കണ്ടോ, ആ കാണുന്ന ആപ്പിൾ ട്രീസൊക്കെ മൊത്തം
മൊത്തം കൊഴിഞ്ഞ് ഇപ്പോൾ അവരുടെ ആ സീസണേ അല്ല. വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ പുഴയിലൊക്കെ എന്തെങ്കിലും പാറക്കല്ലുകൾ കാണാം, ഉരുണ്ട ഉരുണ്ട കല്ലുകൾ. അവിടെ ഇരുന്ന് പെബിൾ ആർട്ട് വർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ തണുപ്പ് കാരണം ഒന്നും പറ്റിയില്ല. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ സിപ്പ് ലൈൻസ് ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മണാലിയിലെ സിപ്പ് ലൈൻസ് അത്യാവശ്യം സേഫ്റ്റിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു സിപ്പ് ലൈനായിട്ടും എനിക്ക് തോന്നിയില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഫുൾ മഞ്ഞാണല്ലോ. അപ്പോൾ നമ്മുടെ ആ വീഡിയോയും ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സിപ്പ് ലൈൻസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് ട്യൂബിൽ ഇങ്ങനെ സ്ലൈഡായിട്ട് ഇങ്ങനെ നമ്മൾ മഞ്ഞത്ത് കളിക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് സ്കീയിങ്. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര തിരക്കാണ്. കാരണം ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, സ്കീയിങ്ങിൻ്റെ സാധനമൊക്കെ നമ്മൾ മേടിച്ച് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും തള്ളുവാണ്. ഈ യാക്കിൻ്റെ പുറത്ത് ഞാൻ കയറി റൈഡ് ചെയ്തില്ല. പിന്നെ അതേപോലെ തന്നെ ദേ ഇവിടെ കണ്ടോ ബൈക്ക്, മറ്റേ ഐസിൽ പോകുന്ന ബൈക്ക്, അതേപോലെ തന്നെ പാരാഗ്ലൈഡിങ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതേപോലെ ഈ ഐസിൻ്റെ ഉള്ളിൽ പോകുന്ന ഈ ഒരു എയർ ബലൂൺ, ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ നോക്കിക്കേ, എല്ലാം ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്താണ്, ഒരു ജനക്കൂട്ടമാണ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ ഈ മലയുടെ മേളിലെങ്ങാനും ആളുകളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് എൻജോയ് ചെയ്യേണ്ടി വരും. ഇവിടെ റോപ്പ് വേ ഉണ്ട്, 700 രൂപയാണ് ഒരാൾക്ക്. അതുകൊണ്ട് ഞാൻ കയറിയില്ല, എനിക്കത് അഫോർഡബിളായിട്ട് തോന്നിയില്ല. പക്ഷെ അത് കയറിയവരൊക്കെ പറഞ്ഞു മലയുടെ മുകളിൽ കയറി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും, അധികം ആളൊന്നും തൊടാത്ത നല്ല മഞ്ഞ് കിട്ടും എന്നൊക്കെ. പിന്നെ ഇത് ഇവിടെ കണ്ടോ ഹോട്ട് എയർ ബലൂൺസ് കാണാം. അത് നമ്മൾ ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ കാണാം. അതും അത്ര വേർത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തില്ല. അടുത്ത മണാലിയിലെ ഹൈലൈറ്റ് ആയിട്ടാണ് ഈ ഹോട്ട് സ്പ്രിങ്സ്. ഓക്കെ, ഈ ഹോട്ട് സ്പ്രിങ്സ് ബാത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഭവമുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മനുഷ്യന്മാർ കുളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കുളിക്കാൻ എനിക്കത്ര ഹൈജീനിക്കായിട്ട് തോന്നിയില്ല. പിന്നെ നൈറ്റ് നമ്മൾ വന്ന് ക്യാമ്പ് ഫയറൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ചു കേട്ടോ. അടുത്ത ദിവസം നമ്മൾ കുലു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നിക്കോളാസ് റോറിച്ചിൻ്റെ മ്യൂസിയം കാണാൻ പോയി. അപ്പോൾ പുള്ളിയുടെ ബംഗ്ലാവ് അവിടെ മ്യൂസിയമായിട്ട് അവിടെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരെന്ന് പറയുന്നത് ഇവിടെ വന്ന് സെറ്റിലായി നമ്മുടെ ടിബറ്റൻ ഹിമാലയൻ മലനിരകളുടെ പെയിൻറ്റിങ് ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്ത ഒരു മഹാനായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂംസൊക്കെ ഇപ്പം ഈ ഒരു എൻ്റെ ഒരു ബംഗ്ലാവ് അവർ വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ അകത്ത് റൂംസ് ഉണ്ടല്ലോ, അത് അതേപോലെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ ആക്സസിബിൾ അല്ല, നമുക്ക് ഇവരുടെ ബാൽക്കണീസിൽ കൂടെ ഈ റൂംസിൻ്റെ വ്യൂ കിട്ടും കേട്ടോ. ഇന്ത്യ അറിയാൻ വേണ്ടി ഫോറിൻ കൺട്രീസിൽ നിന്ന് വന്ന ഒത്തിരി വ്യക്തികളുണ്ടല്ലോ, അതിലൊരാളാണ് ഈ പുള്ളിക്കാരൻ. അതേപോലെ തന്നെ ആ ബംഗ്ലാവ് എന്ത് പീസ്ഫുൾ ആണെന്നറിയാം. അവിടെ ഒന്ന് താമസിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര നല്ല രസമാണ്. ഇവിടെ തന്നെ ഒരു റോറിച്ച് ആർട്ട് മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉറൂസ്വതി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഉണ്ടല്ലേ. അപ്പോൾ ഈ ആർട്ട് മ്യൂസിയത്തിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു ലാബോറട്ടറി കാണാം. ജോർജ് റോറിച്ച് ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഹിമാലയൻ ടിബറ്റൻ റീജിയൻസിലൊക്കെയുള്ള ഒത്തിരി സസ്യങ്ങളും അതേപോലെ തന്നെ ലാമകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ആയുർവേദിക് സാധനങ്ങളും യുനാനി അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ച് ഒത്തിരി മെഡിസിൻസ്, പെയിൻ ബാംസ്, അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റഡീസ്, റിസർച്ച്, അപ്പോൾ ഇവർ പല രീതിയിലും ഇത് നമ്മുടെ ഇന്ത്യൻ്റെ ഓരോ ഐറ്റംസ് ഈ കാണുന്ന കണ്ടോ, പല ആയുർവേദിക് മെഡിസിൻസ് പലതും നമ്മുടെ വിപണികളിലേക്കും ഇൻ്റർനാഷണൽ മെഡിസിൻ ഫീൽഡിലേക്കൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വർക്ക്സും അവരുടെ റിസർച്ച് പേപ്പേഴ്സും അവരുടെ കാര്യങ്ങളും അങ്ങനെ എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റോറിക്കലി ഒത്തിരി ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോഴും ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്ത് ഈ ലാബ്സും ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമൊക്കെ അങ്ങനെ പക്കാ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നീറ്റായിട്ടാണ് ഈ മ്യൂസിയംസൊക്കെ ഗവൺമെൻറ് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന നിലയിൽ ഇത് ഭയങ്കര അട്രാക്റ്റീവും കൂടിയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് 1460 AD സമയത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു നാഗർ കാസിൽ എന്ന് പറയുന്ന ഒരു കൊട്ടാരമാണ് കേട്ടോ. രാജ സിദ് സിംഗ് ആണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ നാട്ടിലും, രാജ്യത്തെന്ന് തന്നെ പറയണ്ടേ, ഇന്ത്യയിലെ തന്നെ ഓരോ നാട്ടിലും പാലസുകൾ മൾട്ടിപ്പിൾ ആർക്കിടെക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊരു ഹെറിറ്റേജ് ഹോട്ടലായിട്ട് ടൂറിസം ഡെവലപ്മെൻറ്റ് ഏറ്റെടുത്ത് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത്യാവശ്യം നല്ല റേറ്റാണ്. ഈ പാലസിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. നമുക്കിവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ അകത്തൊരു ചെറിയ ആർട്ട് മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ മൊണാസ്ട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കാഴ്ചയായിട്ട് ഉള്ളിൽ കണ്ടത് ചോക്ലേറ്റ്സും നമ്മുടെ ആപ്പി ഫിസിൻ്റെ ജ്യൂസ്,
ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഡലൈലാമയ്ക്കുള്ള കാഴ്ച വസ്തുക്കളാണ് ഇതൊക്കെ. അപ്പോൾ പിന്നീട് അവർ തന്നെ ഇത് യൂസ് ചെയ്യുമോ ഇല്ലയോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ കൂടെയുള്ള കുട്ടികളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തി. പിള്ളേരാണെങ്കിൽ ലേസൊക്കെ കണ്ടപ്പോൾ ഒന്ന് അട്രാക്റ്റീവായി. മൊനാസ്ട്രിയുടെ സൈഡിൽ ഒരു ഓറഞ്ച് മരം കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആപ്പിൾ ട്രീസൊക്കെ കാലിയെ കണ്ടപ്പോൾ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഫ്രഷ് ആപ്പിൾ മേടിച്ചുകൊണ്ട് പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വന്നു. ആപ്പിൾസ് ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആപ്പിൾ മരത്തിൽ പോലും ആപ്പിൾസ് ഇല്ല. അപ്പോൾ ഇനി നമ്മൾ പോയിരിക്കുന്ന ഒരു ഷോൾ ഫാക്ടറിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഷോൾ ഫാക്ടറിയിലുള്ള സ്ത്രീകളിരുന്ന് തുന്നുന്നത് കാണാം. അപ്പോൾ നെയ്യുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ടൈം എടുത്ത് ഒത്തിരി ഭയങ്കര ക്ഷമയോടുകൂടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഷോൾസ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യമായിട്ട് ഇവർ ചെയ്യുന്ന സാധനമാണ് ബാർഗെയിൻ ചെയ്ത് നമ്മൾ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് മേടിക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇത്തരം ഷോപ്പുകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഷോൾ ഫാക്ടറീസ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലുള്ള നെയ്യലാണ് ഇവരിവിടെ ചെയ്യുന്നത്. കുളുവിൽ അത്യാവശ്യം നിറയെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഷോപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് സംസാരിച്ച് കുറച്ച് ബാർഗെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഷോപ്പായിരുന്നു. അപ്പോൾ ബാർഗെയിനിങ് ഒന്നും നടന്നില്ല. ഈ കാണുന്നത് ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റുള്ള സാധനം, വെളുത്തുള്ളിയാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസ്, അതേപോലെ വാൾനട്ടൊക്കെ നല്ല ടേസ്റ്റിയാണ്. ഇവിടെ നമ്മളൊരു റാബിറ്റ് ഫാം കണ്ടു. അപ്പോൾ എനിക്ക് ആദ്യമായി ഒരു കാര്യം മനസ്സിലായി. റാബിറ്റിൻ്റെ മുടിയും ഇതേപോലെ ഷീപ്പിൻ്റെ മുടി പോലെ എടുത്തിട്ട് അതിൽ നിന്ന് കമ്പിളി ഉണ്ടാക്കുന്നത് കണ്ട്. ഈ റാബിറ്റിൻ്റെ മൊത്തത്തിൽ മുട്ടയടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പുറത്തിരിക്കുന്ന റാബിറ്റിനെ കണ്ടറിയാം, ഫുൾ ഫെർ ഉണ്ട്. അപ്പോൾ ഈ ഫെറും നമുക്ക് ഈ കമ്പിളിയായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് നെയ്യാനൊക്കെ ഉപയോഗിക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ റാബിറ്റിനെ വളർത്തുന്നത് കേട്ടോ. എന്തായാലും റാബിറ്റ്സ് ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അവിടെ സർവൈവ് ചെയ്യില്ല. അപ്പോൾ ഇത് തണുപ്പിൽ മാത്രം വളരുന്ന ഒരു റാബിറ്റാണ്. നമ്മുടെ ടീം 2 ആയിട്ട് സ്പ്ലിറ്റായി. ഓക്കെ, അതിലൊരു ടീം റിവർ റാഫ്റ്റിങ്ങും പാരഗ്ലൈഡിങ്ങും ആയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഈ ഷോൾ ഫാക്ടറീസ് അതേപോലെ മ്യൂസിയം അതിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവറിൽ അത്രയും വെള്ളമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ആ ഒരു റിവർ റാഫ്റ്റിംഗ് സ്പോട്ട് എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ അതുപോലെ പാരഗ്ലൈഡിങ്ങിന് പോയവർക്ക് തന്നെ ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം വിൻഡിൻ്റെ പ്രശ്നം കാരണം. പിന്നെ ഞങ്ങൾ വരുന്നതിന് ഒരു ഫ്യൂ വീക്സ് ബാക്ക് ഒരാൾ പാരഗ്ലൈഡിങ്ങിൻ്റെ അവിടെ നിന്ന് വീണ് മരിച്ചു. അപ്പോൾ അതൊക്കെ കാരണം അതൊന്ന് സേഫ്റ്റി ഉള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങളിലൊക്കെ എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ കുളു മണാലി ട്രിപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ പോയത് ഡൽഹി ആഗ്രയാണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ മണാലിയിൽ ഇത്രയൊക്കെ കാണാനുള്ളൂ. പിന്നെ സ്നോഫാൾ ഉള്ള ടൈമിൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.